ഹേ ഗായ്സ്, BCUട്സിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം BC. ജുറാസിക് വേൾഡ് റീബേർത്ത് എന്ന സിനിമയുടെ ട്രെയിലർ പുറത്ത് വന്നിരിക്കുന്നത് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഥവാ ട്രെയിലർ വന്നിട്ട് 4 ദിവസം കഴിഞ്ഞിരിക്കണം, അപ്പോൾ ഞാൻ കണ്ടു കാണും. സോ ജുറാസിക് വേൾഡ് റീബേർത്ത് എന്ന സിനിമ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ജുറാസിക് വേൾഡ് ഡൊമിനിയൻ എന്ന സിനിമ കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം നടക്കുമ്പോഴാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ സമയത്ത് ഡിനോസേഴ്സ് എല്ലാം തന്നെ പുറത്ത് വന്നിട്ടുണ്ടാകും. സോ ക്ലൈമറ്റ് ചേഞ്ച് കാരണം പല ഡിനോസേഴ്സും സർവൈവ് ആയിട്ടില്ല. സോ ട്രെയിലർ ഇപ്പോൾ വന്ന ട്രെയിലർ നോക്കുകയാണെങ്കിൽ ഭയങ്കര കൺവിൻസിംഗ് ആയിരുന്നു, ഭയങ്കര ക്വാളിറ്റി തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സോ അഫ്കോഴ്സ് ഇന്ന് വന്നിയ ട്രെയിലർ ബ്രേക്ക് ഡൗണിലേക്കാണ്. സോ അതിന് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നമ്മളുടെ ചാനൽ ഒരുപാട് പേരിൽ എത്തത്തുള്ളൂ. സോ ഇപ്പോൾ ഈ ട്രെയിലറിലേക്ക് പോകണമെങ്കിൽ ഭയങ്കര ക്വാളിറ്റി തന്നെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ആൻഡ് നമ്മളെ ക്രിസ് പ്രാറ്റ് അല്ല ഈ സിനിമയ്ക്ക് റിട്ടേൺ ആവും, നമ്മളെ സ്കാർലെറ്റ് ജൊഹാൻസൺ ആണ് ഈ സിനിമയ്ക്ക് മെയിൻ ലീഡായിട്ട് വരാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ ഏജൻറ്റായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് വരാൻ പോകുന്നത്. സോറ ബെനറ്റ് എന്ന പേരിലാണ് വരാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു കഥ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഈ കഥ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫെയിൽഡ് എക്സ്പെരിമെൻറ്റ്സിനെ കുറിച്ചാണ്. യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ജുറാസിക് പാർക്ക് ഈ ഒരു ഫ്രാഞ്ചൈസിൽ, ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിലൊക്കെ നോക്കുകയാണെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഓരോ ഡിനോസേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാകും. വെറൈറ്റി ആയിട്ടുള്ള ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് മോൺസ്റ്റേഴ്സ് ഡിനോസേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻറ്റോമസ് റെക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവരുടെ തന്നെ ഒരു സ്പെഷ്യൽ ക്രിയേഷൻസ് ആണ്. സോ അതിനൊക്കെ മുമ്പ് ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് അത് സക്സസ് ആവാത്ത ഡിനോസേഴ്സൊക്കെ ഒരു ഐലൻഡിലുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതിന് ബേസ് ചെയ്യുന്ന സിനിമ എടുത്തുകൊണ്ട് പോകാൻ പോകുന്നത്. ഇത് മ്യൂട്ടൻ ഡിനോസേഴ്സ് എന്നല്ല, ഫെയിൽഡ് എക്സ്പെരിമെൻറ്റ്സ്. അതെല്ലാം സർവൈവ് ആയി, അതെല്ലാം ജീവിക്കുന്നവരടുത്ത് ഈ മനുഷ്യരുമായി പെട്ട എങ്ങനെ ഉണ്ടാവും എന്നൊരു തിങ്കിങ് ആണ്. വളരെ ഡിഫറൻ്റ് ആയിട്ട് തോന്നിയൊരു തിങ്കിങ് കൂടെയാണിത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ജുറാസിക് പാർക്ക് ആ ഒരു യൂണിവേഴ്സിൻ്റെ അത് 2 ഐലൻഡ് ഉണ്ട്. ഇസ ന്യൂബ്ലർ എന്ന് പറയുന്നത്, ഇസ സോണാർ എന്ന് പറയുന്ന 2 ഐലൻഡാണ് ഈ ഒരു യൂണിവേഴ്സിൻ്റെ അകത്ത്, ഈ ഒരു ജുറാസിക് വേൾഡ് യൂണിവേഴ്സിൻ്റെ അകത്തുള്ളത്. ഇതിൽ ഇസ ന്യൂബ്ലർ എന്ന് പറഞ്ഞ ഐലൻഡിൽ നമ്മൾ ജുറാസിക് പാർക്കും അതുപോലെ ജുറാസിക് വേൾഡ് എന്ന ആ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് കാണിച്ചിട്ടുണ്ടാവുക. ആൻഡ് നമ്മളുടെ ഈ ഒരു യൂണിവേഴ്സ് തന്നെ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഐലൻഡ് B എന്ന് പറഞ്ഞിട്ട് ഇസ്ല സൊർണ എന്ന് പറയുന്ന ഒരു ഐലൻഡ് കൂടെ എക്സിസ്റ്റ് ആവുന്നുണ്ട്. ഈ ഐലൻഡ് നോക്കുകയാണെങ്കിൽ ജുറാസിക് പാർക്കിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് അപ്പിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നത്, ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. സോ ഇത് നോക്കുകയാണെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ ഫെസിലിറ്റിയാണ്. ഇവിടെ വെച്ചാണ് ആക്ച്വലി ഡിനോസേഴ്സിൻ്റെ എങ്ങനെ ഡിനോസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം, ഇനി എങ്ങനെ ക്ലോൺ ചെയ്യണം എന്നുള്ള ഡിസ്കഷനും അതിൻ്റെ പ്രാക്ടിക്കലൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് സക്സസ് ആവുന്ന ഡിനോസേഴ്സിനെയാണ് ഈ പാർക്കിലോട്ട് മാറ്റുന്നത്. സോ ഇവിടെ എക്സിസ്റ്റ് ആവുന്നതെല്ലാം ഫെയിൽഡ് എക്സ്പെരിമെൻറ്റ്സ് ആണ്. എൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ആ എക്സ്പെരിമെൻറ്റ് ചെയ്ത് സക്സസ് ആവാത്ത ഡിനോസറിനെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് മനുഷ്യരെല്ലാം തന്നെ ഈ ഒരു ഫെസിലിറ്റി പൂർണ്ണമായിട്ട് കഴിയൊഴിഞ്ഞ് ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡിനോസേഴ്സ് എല്ലാം തന്നെ നന്നായിട്ട് വളർന്നു, ആ ഒരു എൻവയോൺമെൻറ്റ് നന്നായിട്ട് വളരുകയും നന്നായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു ഒരു മെഡിസിൻ കമ്പനി, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നോക്കുകയാണെങ്കിൽ ഈ ഡിനോസസിൻ്റെ DNA അത് നോക്കുകയാണെങ്കിൽ ജലം വായു വെള്ളം ജലം വായു അതുപോലെ തന്നെ ആകാശം ഇങ്ങനെ ജീവിക്കുന്ന, അതായത് ലാൻഡ് സ്കൈ വാട്ടർ ഇങ്ങനെ ജീവിക്കുന്ന 3 ഡിനോസസിൻ്റെ DNA എന്നൊരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചാൽ മനുഷ്യൻ്റെ പല രോഗങ്ങൾക്കും ശമനം ഉണ്ടാക്കാൻ കഴിയുന്നൊരു എക്സ്പെരിമെൻറ്റ് അവർ നടത്തുകയും സക്സസ് ആവുകയും ചെയ്തു. സോ അതിൻ്റെ DNA സാമ്പിൾ ഈ 3 സ്പീഷീസിലുള്ള, അതായത് വെള്ളത്തിൽ, കരയിൽ, ആകാശത്തിൽ ജീവിക്കുന്ന 3 ഡിനോസസിൻ്റെ DNA കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളുടെ സാറ ബെനറ്റ്, അതായത് നമ്മൾ സ്കാർലെറ്റ് ജൊഹാൻസൺ കഥാപാത്രം, മഹാശലി, ജോണത്തൻ ബെയ്ലി പോലുള്ള കഥാപാത്രങ്ങൾ ഈ ഐലൻഡിലേക്ക് വരുന്നത്. സോ അവരത് കളക്ട് ചെയ്തോ പോയോ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഒരു ഫാമിലി, ഒരു വെക്കേഷനോ ട്രിപ്പിനോ വന്നൊരു ഫാമിലിയും ഈ ഐലൻഡിൽ കുടുങ്ങി പോകുന്നുണ്ട്. സോ അങ്ങനെ ഇവരെല്ലാം കൂടെ ഈ ഒരു സാമ്പിളൊക്കെ എടുത്ത് ജീവനോട് രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ സിനിമ ബേസിക്കലി പറയാൻ പോകുന്നത്. ഈ ഒരു ട്രെയിലർ നോക്കിയാണെങ്കിൽ ഹൊറർ വൈബ് ആക്ച്വലി തരുന്നുണ്ട്. പുതിയൊരു ഡീറെക്സ് എന്ന് പറയുന്ന ഒരു മ്യൂട്ടൻ്റ് അല്ല, ഒരു ഫെയിൽഡ് എക്സ്പെരിമെൻറ്റ് ഡിനോസറിനെ കാണിക്കുന്നുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു വിചിത്രമായ രൂപത്തിയുണ്ട്. ഇതിന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിനോസറിൻ്റെ മോഡലിന് നോക്കുകയാണെങ്കിൽ റാൻകോക്സ് എന്ന് പറയുന്ന നമ്മളുടെ സ്റ്റാർ വാർസിലൊന്നൊരു ജീവിയെയും, സിനിമോഫ് ഏലിയൻ ഫ്രാഞ്ചൈസി സിനിമോഫ് എന്നൊരു ഏലിയൻ ഉണ്ടാവും, അതിനെയും അതുപോലെ ടീറക്സിൻ്റെയും ഒരു മിക്സ്ചറായിട്ടാണ് ഇൻസ്പിറേഷനിലാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അതിനെ കാണാൻ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ക്രീപ്പി ഫീലിംഗ് തരുന്നുണ്ട്. അതുപോലെ ഒരു മ്യൂട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഫെയിൽഡ് ആയിട്ടുള്ള ടീറക്സ് അങ്ങനെ പല ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വന്നിട്ട് സ്പൈനോസോറസ് 3 സ്പൈനോസോറസും ഒക്കെ ആണെങ്കിൽ ആ ഒരു വലിയ അതിനെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ മോസോസോറസിനെ ഹെൽപ്പ് ചെയ്ത് ഹണ്ട് ചെയ്യും പോലെ കാണിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഈ ഐലൻഡുള്ള ഡിനോസറസിന് ഒരു സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചായിരിക്കും അവർ ജീവിച്ചിട്ടുണ്ടാവുക. ട്രെയിലർ ഭയങ്കര ക്വാളിറ്റി തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും ട്രെയിലർ കണ്ടു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു ഐഡിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതൊരു ഫെയിൽഡ് എക്സ്പെരിമെൻറ്റ്, ഫെയിൽഡായി പോയ ഡിനോസറിനെ കണ്ടിട്ടില്ല. ഒരു സിനിമ 2 തലയുള്ള
രണ്ട് തരമുള്ള നമ്മളുടെ റാപ്റ്റേഴ്സിനെയൊക്കെ ഒരു ചില്ലു കുപ്പിക്കകത്ത് അടച്ചു ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഒരു ഹൊറർ വൈബ്, ഒരു ഡിനോസറിനെ വെച്ച് ഫസ്റ്റ് ജുറാസിക് പാർക്കിൽ ആ ഡിനോസറിനെ വെച്ച് ഒരു ഹൊറർ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അതും ഈ സിനിമയ്ക്ക് അത് എടുത്തുകൊണ്ട് വരും എന്നാണ് ആ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. സോ എത്ര പേര് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ട്രെയിലർ കാണാത്തവർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരെയും ദിസ് വിഷ്ണു